ഈ ആങ്കർ കല്ലുമ്മ കൊളത്തിയിട്ട് റോപ്പ് ഉരമൽ പണിഞ്ഞു പോയതാണ്. എൻ്റെ പേര് ജംഷീർ എന്നാണ്. കല്ലുമ്മക്കായ പറിക്കുന്ന പണിയാണ്. കടലിൻ്റെ അടിയിൽ പോയാണ്ട് കല്ലുമ്മക്കായ പറിക്കുന്ന പണിയാണ്. വെയിറ്റ് എടുക്കാൻ കഴിയണില്ല, അതന്നെ കൂടുതൽ ഇരിക്കാൻ കഴിയണില്ല. കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച്, മലപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ കാണിച്ചു. അവിടെ നിന്ന് ആക്കൽ കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിക്കാരൻ പറഞ്ഞതാണ് വലിയ ഫിസിയോതെറാപ്പി സെൻ്റർ ഇവിടെ ഉള്ളത്. കുഴപ്പമില്ല, ആദ്യത്തെ മാതിരിയല്ല, അതിന് കുറച്ച് ഒരു സുഖമുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, സുഖം തോന്നുന്നുണ്ട്. 14 ദിവസം എന്നോട് ഡോക്ടർ പറഞ്ഞത് 10 ദിവസം ആയപ്പോൾ തന്നെ 75% ആക്കാൻ തോന്നുന്നുണ്ട്. വേദനക്കൊക്കെ ഒരു കുറവുണ്ട്. ഇപ്പോൾ ഈ ജംഷീർ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് നമ്മളടുത്ത് വരുമ്പോൾ പേഷ്യൻ്റ് നല്ല രീതിയിലുള്ള ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇടത്തേ കാലിലേക്ക് റേഡിയേറ്റിംഗ് ആയിരുന്നു പെയിന്. കൂടുതലും ഇരിക്കുമ്പോൾ അതേപോലെ നിൽക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരുന്നു പേഷ്യൻ്റെ പെയിന് അഗ്രിഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ MRI ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തപ്പോൾ അതിൽ L4 L5 ഡിസ്ക് ബൾജും അതേപോലെ തന്നെ പ്രൊട്രൂഷനും ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് നമ്മളടുത്ത് വരുന്ന സമയത്ത് ഈ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് വരെ പേഷ്യൻ്റ് ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ ഒരു ലോങ് ട്രാവൽ ചെയ്യാൻ വരെ എന്തായിരുന്നു വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വെല്ലുവിളിയിലേക്ക് എത്തുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിസ്ക് ബൾജ് മാത്രമല്ല അതിലൂടെ കുറച്ച് മസിൽ വീക്ക്നെസ്സുകളും കാര്യങ്ങളും കണ്ടെത്തി. പക്ഷേ ഈ ഡിസ്ക് ബൾജ് സിവിയറായിട്ട് വന്നതുകൊണ്ടാണ് ആൾക്ക് എന്താവുന്നത്, കാലിലേക്ക് ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തത് ഒരു 14 ഡേയ്സിൻ്റെ റോബോട്ടിക് സ്പൈനൽ ഡീകംപ്രഷനും അതോടുകൂടി തന്നെ ഒരു ടെക്കാർ തെറാപ്പിൻ്റെ ഒരു കോമ്പിനേഷനുമാണ് സജസ്റ്റ് ചെയ്തത്. പേഷ്യൻ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഡേയ്സോളം ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്ത് ആൻഡ് 75% പേഷ്യൻ്റ് ഇപ്പോൾ നല്ല റിലീഫ് ഉണ്ട്. ഇനി ഒരു 4 ഡേയ്സ് ട്രീറ്റ്മെൻറ്റും കൂടി പെൻഡിങ് ഉണ്ട്. അത് കഴിയുന്നതോടെ തന്നെ പേഷ്യൻ്റ് ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുമെന്നാണ് നമ്മളെ പ്രതീക്ഷ.